രക്ഷിതാക്കൾ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ കുറിച്ചാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ശൈത്താൻ അവനിൽ 3 കെട്ടുകൾ ഇടുന്നതാണ്. ഓരോ കെട്ടുകൾ ഇടുമ്പോൾ അവനോട് പറയും, രാത്രി വളരെ ദൈർഘ്യമുള്ളതാണ്, നീ കിടന്നുറങ്ങിക്കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സുബഹിയുടെ സമയത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴുള്ള ദുആ പറയുകയും ചെയ്താൽ അവൻ്റെ 1-ാമത്തെ കെട്ട് അഴിയുന്നതാണ്. സുബഹി നമസ്കാരത്തിനായി വുളു എടുക്കുമ്പോൾ 2-ാമത്തെ കെട്ടും അഴിയും. സുബഹി നമസ്കാരത്തിന് കൈകെട്ടുമ്പോൾ 3-ാമത്തെ കെട്ടും അഴിയുന്നതാണ്. ഈ 3 അമലുകൾ ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ചെയ്താൽ അന്നത്തെ ദിവസം അവൻ വളരെ ഊർജ്ജസ്വലതയും സന്തോഷവുമുള്ളവനായ നിലയിലായിരിക്കും. ഈ 3 അമലുകൾ ചെയ്തില്ല എങ്കിൽ അന്നത്തെ ദിവസം ശൈത്താന്റെ കെട്ടുകൾ അവനിൽ നിന്നും വീണു പോകുന്നതല്ല, ആ ദിവസം അവനിൽ വലിയ മടിയും അലസതയും ഉണ്ടാകുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഹദീസിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം ഒരു മനുഷ്യൻ്റെ നമസ്കാരത്തിലെ ശ്രദ്ധ കളയാൻ ശൈത്വാൻ നടത്തുന്ന കുതന്ത്രങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം ശ്രദ്ധിച്ച് കാണണേ. കുട്ടികളെല്ലാവരും കിടന്നുറങ്ങുന്നു. ഈ സമയം ശൈത്വാൻ എല്ലാവരുടെയും തലയിൽ കെട്ടിടുന്നു. എന്നിട്ട് ഓരോ കുട്ടിയോടും ശൈത്വാൻ പറയും, രാത്രി വളരെ ദൈർഘ്യമുള്ളതാണ്, നീ പുതച്ചു മൂടി കിടന്നുറങ്ങുക. സമയം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, നീ നന്നായി ഉറങ്ങിക്കോളി. കുട്ടികളെല്ലാവരും ഗാഢമായ നിദ്രയിലേക്ക് ആണ്ടുപോകുന്നു. എല്ലാവരും നന്നായി കിടന്നുറങ്ങുന്നു. സമയം ഒരുപാട് കഴിഞ്ഞ് സുബഹിയോടടുക്കുന്നു. പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേൾക്കാം. കുട്ടികളാരും ബാങ്ക് കേട്ടില്ല, അലാം അടിക്കുന്നുണ്ട്. കുട്ടികൾ അലാം കേൾക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്നു. ശൈത്താൻ കുട്ടികളോട് പറയും, നിങ്ങൾ കിടന്നുറങ്ങുക, രാത്രി ഇനിയും ദൈർഘ്യമുണ്ട്. അലാം കേൾക്കാതെ കുട്ടികൾ ഉറങ്ങുന്നത് കാണുമ്പോൾ ശൈത്താൻ വല്ലാതെ പൊട്ടിച്ചിരിക്കും. വീണ്ടും അലാം അടിക്കും. കുട്ടികൾ കേൾക്കുന്നില്ല. കുട്ടികളെ കൊണ്ട് ശൈത്താൻ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ 3-ാം പ്രാവശ്യം അലാം അടിക്കുമ്പോൾ കുട്ടികളെല്ലാവരും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കും. അവർ പരസ്പരം വിളിച്ചുണർത്തി ദുആ പറയും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ സമയത്ത് അവരുടെ തലയിൽ നിന്നും 1-ാമത്തെ കെട്ട് അഴിയുന്നതാണ്. ഈ കാഴ്ച കണ്ട് ശൈത്താൻ പൊട്ടിക്കരയും. കുട്ടികൾ എഴുന്നേറ്റ് വുളു എടുക്കുന്നതിന് വേണ്ടി
ശൈത്താൻ അവരുടെ അടുക്കൽ ചെന്ന് പറയും, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, പുറത്ത് അതിശൈത്യമാണ്, നിങ്ങൾ കിടന്നുറങ്ങിക്കോളും. നിങ്ങൾ എന്തിനാണ് വുളു എടുത്ത് ശരീരം നനയ്ക്കുന്നത്? നിങ്ങൾ കിടന്നുറങ്ങിക്കോളും. കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാതെ വുളു എടുക്കും. വുളു എടുത്ത് പൂർണ്ണമാകുന്നതോടെ രണ്ടാമത്തെ കെട്ടും അഴിയുന്നതാണ്. ഈ കാഴ്ച കണ്ട് ശൈത്താൻ പൊട്ടിക്കരയും. അങ്ങനെ കുട്ടികൾ നമസ്കാരത്തിനായി നിൽക്കും. വീണ്ടും ശൈത്താൻ അവരുടെ അടുക്കൽ വന്ന് പറയും, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, അതികഠിനമായ തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? സുബഹിയുടെ ബാങ്ക് ഇപ്പോൾ കൊടുത്തതേ ഉള്ളൂ, സമയം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങിക്കൊള്ളും. കുട്ടികൾ കേൾക്കാതെ നമസ്കാരത്തിനായി കൈകെട്ടുന്നു. ഇതോടുകൂടി അവരുടെ മൂന്നാമത്തെ കെട്ടും അഴിയുന്നതാണ്. ശൈത്താൻ ഇത് കണ്ട് സങ്കടത്താൽ പൊട്ടിക്കരയും. നിരാശനായ ശൈത്താൻ മനസ്സിൽ വിചാരിക്കും, ഞാൻ കെട്ടിയ 3 കെട്ടുകളിൽ നിന്നും ഇവർ രക്ഷ നേടി. ഇനി ഇവരുടെ നമസ്കാരം അശ്രദ്ധമാക്കിയാൽ ഞാൻ വിജയിക്കും. ശൈത്താൻ അവരുടെ നമസ്കാരം അശ്രദ്ധയിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തും. ഓരോ കുട്ടികളുടെയും അടുക്കൽ ചെന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും അവരുടെ ചിന്തയിൽ ഇട്ടുകൊടുക്കും. ഓരോ കുട്ടിയോടും പറയും, നീ ഇന്നലെ കളിക്കാൻ പോയത് ഓർമ്മയില്ലേ? കളിക്കളത്തിൽ വെച്ച് മറ്റു കുട്ടികളുമായി സന്തോഷിച്ച് ഉല്ലസിച്ച രംഗങ്ങൾ ഓർത്തു നോക്കി. ഇന്നലെ വാപ്പയുടെയും ഉമ്മയുടെയും ഒപ്പം പുറത്തു പോയി ഭക്ഷണം കഴിച്ചത് ഓർത്തു നോക്കി. സ്കൂളിൽ നിന്നും നാം ടൂറ് പോയത് ഓർത്തു നോക്കി. ഇങ്ങനെ വ്യത്യസ്തമായ പല ചിന്തകളും കുട്ടികളുടെ മനസ്സിലിട്ടുകൊടുക്കും. അവസാനം കുട്ടികളെല്ലാവരും നമസ്കാരത്തിൽ മറ്റു പല ചിന്തകളിലായി. നമസ്കാരം അശ്രദ്ധയിലായ അവസ്ഥയിൽ കുട്ടികൾ സലാം വീട്ടുന്നു. തങ്ങളുടെ നമസ്കാരത്തിൽ മറ്റു പല ചിന്തകൾ കടന്നുകൂടിയതിൻ്റെ പേരിൽ അവരെല്ലാവരും വിഷമിച്ച് തലയിൽ കൈവച്ചിരിക്കുന്നു. ഈ സമയം കുട്ടികളുടെ നമസ്കാരം അശ്രദ്ധയിലാക്കിയതിൻ്റെ പേരിൽ ശൈത്താൻ സന്തോഷിക്കുകയും വല്ലാതെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. നോക്കൂ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് 2 പാഠങ്ങൾ പഠിക്കാൻ കഴിയും. ഒന്ന്, സുബഹിയുടെ സമയത്ത് ഉറക്കത്തിൽ നിന്നും ദുആ പറഞ്ഞെഴുന്നേൽക്കുകയും വുളു എടുത്ത് സുബഹി നമസ്കരിക്കുകയും ചെയ്താൽ അന്നത്തെ ദിവസം ശൈത്താന്റെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. അതോടൊപ്പം അന്ന് വലിയ സന്തോഷവും ഊർജ്ജസ്വലതയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്രകാരം ഈ 3 കാര്യങ്ങൾ നാം ചെയ്തില്ല എങ്കിൽ അന്നത്തെ ദിവസം വലിയ മടിയും അലസതയും അനുഭവപ്പെടും. രണ്ടാമത്തത്, നാം എപ്പോൾ നമസ്കരിച്ചാലും നമസ്കാരത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നമസ്കരിക്കുക. ശൈത്താൻ പലതരത്തിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത്തരം അശ്രദ്ധയിൽ നമസ്കരിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരാകണം. അള്ളാഹു നമ്മെ ശൈത്താന്റെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. അതോടൊപ്പം നല്ല നമസ്കാരക്കാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ